എല്ലാവർക്കും സൈലം ബി എസ് സിയുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ നോക്കി നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1/x സമം 8 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വില എത്ര? എക്സ് പ്ലസ് 1/x സമം 8 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വില എത്ര? മക്കളെ, ഇത് നോക്കി എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ, നോക്കി എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1/xനെ തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിനല്ലേ ചോദിച്ചേ. എക്സ് പ്ലസ് 1/xനെ നമുക്ക് തന്നിട്ട് സ്ക്വയറിനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്ക്വയറിനെ ചോദിച്ചതുകൊണ്ട് നമ്മൾ ഈ തന്നിരിക്കുന്നവൻ്റെ സ്ക്വയറിനെ താഴോട്ട് എഴുതുന്നു. അപ്പോൾ 8ൻ്റെ സ്ക്വയർ ക്ലിയർ ആണ്. സ്ക്വയറിനെ ചോദിച്ചുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്നവൻ്റെ സ്ക്വയറിനെ അങ്ങ് താഴോട്ട് എഴുതി. പക്ക ക്ലിയർ ആണ്, ഒരു ഡൗട്ടും ഇല്ല. ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഏത് ചിഹ്നമാണോ അവൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഏത് ചിഹ്നമാണോ അവൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം നമ്മൾ ഇട്ട് കൊടുക്കും. നോക്കി, ഫസ്റ്റ് പാർട്ടിൽ പ്ലസ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കും. മൈനസ് ആണ് കിടക്കുന്നതെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കും. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഏത് ചിഹ്നമാണോ അവൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം നമ്മൾ ഇട്ട് കൊടുക്കും. ഇവിടെ നോക്കി, ഇവിടെ പ്ലസ് അല്ലേ കിടക്കുന്നത്, നമ്മൾ അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കും. മൈനസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ തരുന്നവൻ്റെ സ്ക്വയറിനെ താഴോട്ട് എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഏത് ചിഹ്നമാണോ അവൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം നമ്മൾ ഇട്ട് കൊടുത്തു. തന്നിരിക്കുന്നവൻ്റെ സ്ക്വയറിനെ താഴോട്ട് എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഏത് ചിഹ്നമാണോ അവൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം. ഇനി അതിൻ്റെ കൂടെ സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണോ അവനെയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ക്ലിയർ അല്ലേ. തന്നിരിക്കുന്നവൻ്റെ സ്ക്വയറിനെ താഴോട്ട് എഴുതി വെച്ചു. ഫസ്റ്റ് പാർട്ടിന്റെ ഓപ്പോസിറ്റ് ചിഹ്നത്തിന് ഇട്ട് കൊടുത്തു. സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എഴുതി വെച്ചു. മക്കളെ നോക്കേ, 8ൻ്റെ സ്ക്വയർ 64 മൈനസ് 2, നമ്മളുടെ ആൻസർ 62. ക്ലിയർ അല്ലേ? നോക്കേ, പക്ക ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ, നമ്മൾ എക്സ് പ്ലസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിനെ കാണാനായിട്ട് എക്സ് പ്ലസ് 1/xനെ തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിനെ കാണാൻ തന്നിരിക്കുന്നവന്റെ സ്ക്വയറിനെ താഴോട്ട് എഴുതി. 8ൻ്റെ സ്ക്വയർ 64. ഓപ്പോസിറ്റ് ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. ഓക്കെ അല്ലേ. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു. സ്ക്വയറിന്റെ സംഖ്യ ഏതാണോ അവനെയും കൂടി എടുത്ത് എഴുതി. സ്ക്വയറിന്റെ സംഖ്യ 2 ആണ്. 64ൽ നിന്ന് 2നെ കുറച്ച് കഴിഞ്ഞാൽ 62. പക്ക ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയോ? ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ സമം a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2a. ഓക്കെ അല്ലേ. മക്കളെ, ഇവിടെ a സമം എക്സ് എന്ന് ഞാൻ എടുത്തു, ബി സമം 1/x എടുത്തു. അപ്പോൾ എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x. എക്സിനെ ഇവിടെ വെട്ടി. എക്സ് പ്ലസ് 1/xൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 8. 8ൻ്റെ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2. മക്കളെ നോക്കേ, 8ൻ്റെ സ്ക്വയർ എത്രയാ? 8ൻ്റെ സ്ക്വയർ 64. ആ പ്ലസ് 2നെ നേരെ ഇഞ്ഞെടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവൻ ആരാവും? അവൻ -2 ആവും. പ്ലസ് 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവൻ -2 ആവും. അപ്പോൾ -2 ആയി സമം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ സമം 64ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 62. ക്ലിയർ ആണേ. ഇതാണ് ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ ഇത്രയൊന്നും ചെയ്തില്ല. തന്നിരിക്കുന്നവൻ്റെ സ്ക്വയറിനെ അങ്ങ് താഴോട്ട് എഴുതി വെച്ചു. 8ൻ്റെ സ്ക്വയർ 64. ഓപ്പോസിറ്റ് ചിഹ്നം പ്ലസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്തു, മൈനസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ. സ്ക്വയറിൻ്റെ സംഖ്യ എഴുതി വെച്ചു. 64 - 2, നമ്മളുടെ ആൻസർ 62. പക്ക ക്ലിയർ ആണ്, ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ ആണല്ലോ. യെസ്, നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ മൈനസ് വന്നു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1/x സമം 8 ആയാൽ എക്സ് മൈനസ് 1/x സമം 8 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വില എത്ര? എക്സ് മൈനസ് 1/x സമം 8 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വില എത്ര? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ തന്നിരിക്കുന്നവൻ്റെ സ്ക്വയറിനെ താഴോട്ട് എഴുതി വയ്ക്കുന്നു. 8ൻ്റെ സ്ക്വയർ 64. ക്ലിയർ ആണേ.
പക്ക ക്ലിയർ ആണല്ലോ. ഇനി നോക്കി, ഫസ്റ്റ് പാർട്ടിൽ മൈനസ് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. സ്ക്വയറിന്റെ സംഖ്യ 2, നമ്മളുടെ ആൻസർ 66. ക്ലിയർ അല്ലേ? പക്ക ക്ലിയറാ, ഒരു ഡൗട്ടും ഇല്ല, മുന്നോട്ട് പോകാമല്ലോ. ഓക്കെ ആണ്. നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1/x സമം 9 ആയ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വില എത്ര? നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെ ചെയ്യുന്നു. 9ന്റെ സ്ക്വയർ എത്രയാ? 81 ആണ്. 9ന്റെ സ്ക്വയർ 81 ആണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പാർട്ടിന്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് കൊടുക്കുന്നു. നമ്മൾ പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു, മൈനസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുത്തു. സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാ? 2 അല്ലേ? അവനെയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. 81 മൈനസ് 2, 81 2 കുറച്ച് കഴിഞ്ഞാൽ 79. ക്ലിയർ ആണ്, ഒരു ഡൗട്ടും ഇല്ല, മുന്നോട്ട് പോകാലോ. യെസ്, ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അത് ആ 9ന്റെ ക്വസ്റ്റ്യൻ മൈനസ് വെച്ച് ചെയ്യുന്നു. എക്സ് മൈനസ് 1/x സമം 9 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വില എത്ര? 9ന്റെ സ്ക്വയർ 81, മൈനസ് ആയതുകൊണ്ട് പ്ലസ് സ്ക്വയറിന്റെ സംഖ്യ 2, 81 2 83. ആദ്യത്തെ കാര്യം പക്കാ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. തന്നിരിക്കുന്നവന്റെ സ്ക്വയറിനെ താഴോട്ട് എഴുതി വെച്ചു. ഫസ്റ്റ് പാർട്ടിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം, സ്ക്വയറിന്റെ സംഖ്യ. ക്ലിയർ ആണ്, ഒരു ഡൗട്ടും ഇല്ല, മുന്നോട്ട് പോകാം. ഓക്കെ ആണല്ലോ മക്കളെ. ഇവിടെ സ്ക്വയറിന്റെ കേസിൽ ഒരു കാര്യം നോക്കിക്കൊള്ളണം. നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ എപ്പോഴും പ്ലസ് ചിഹ്നമാണ് വന്നേക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ സ്ക്വയർ വിട്ടിട്ട് റേസ് ടു 4 പോവാം. ഓക്കെ അല്ലേ? സ്ക്വയർ കണക്ട് ചെയ്ത് റേസ് ടു 4 പോകാം നമുക്ക്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ സ്ക്വയർ നമ്മൾ എങ്ങനെയാ ചെയ്തേ? തന്നിരിക്കുന്നവന്റെ സ്ക്വയറിനെ താഴെ എഴുതി വെച്ചു. ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചിഹ്നമാണോ അവന്റെ ഓപ്പോസിറ്റ് ചിഹ്നം ഇട്ട് കൊടുത്തു, സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത റേസ് ടു 4 വരുന്നതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1/x സമം 3 ആയാൽ എക്സ് റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4ന്റെ വില എത്ര? ഓക്കെ അല്ലേ? എക്സ് പ്ലസ് 1/x സമം 3 ആയാൽ എക്സ് റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4ന്റെ വില എത്ര? നമ്മളെ റേസ് ടു 4 നമ്മൾ ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്. നമ്മൾ സ്ക്വയർ ചെയ്തതിനെ 2 വട്ടം സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തതുപോലെ 2 വട്ടം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ റേസ് ടു 4നെ ചോദിച്ചാൽ 2 വട്ടം നമ്മൾ സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചെയ്യും. അപ്പോൾ റേസ് ടു 4 ചോദിച്ചു കഴിഞ്ഞാൽ 2 വട്ടം സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചെയ്യും. റേസ് ടു 4 ചോദിച്ചു കഴിഞ്ഞാൽ 2 വട്ടം സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചെയ്യും. ഒന്നും മനസ്സിലായില്ലല്ലോ? നമുക്ക് ചെയ്തു നോക്കാം. 2 വട്ടം സ്ക്വയറിനെ ചെയ്യുന്നു. അപ്പോൾ 3 വെച്ച് സ്ക്വയറിനെ ചെയ്യുന്നത് എങ്ങനെയാ? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിനെ ചെയ്യുന്നത് എങ്ങനെയാ? 3 വെച്ച് സ്ക്വയറിനെ ചെയ്യുന്നത്, 3ന്റെ സ്ക്വയർ എത്രയാന്ന് നോക്കി. 3ന്റെ സ്ക്വയർ 9 ആണ്. നമ്മൾ അവനെ എഴുതി, പ്ലസ് ആയതുകൊണ്ട് മൈനസിനെ ഇട്ട് കൊടുത്തു. സ്ക്വയറിന്റെ സംഖ്യ 2, 9 2 കുറച്ച് കഴിഞ്ഞാൽ 7. ഒരു വട്ടം സ്ക്വയറിനെ ചെയ്തു. ഓക്കെ അല്ലേ മക്കളെ? ഒരു വട്ടം സ്ക്വയറിനെ ചെയ്തപ്പോൾ നമുക്ക് ഈ ചിഹ്നം, മൈനസ് ചിഹ്നം നമ്മൾ ഓപ്പോസിറ്റായി എടുത്തേ. നമ്മൾ ഡയറക്റ്റ് 4നെ അല്ല ചെയ്തത്, സ്ക്വയറിനെയാണ് ചെയ്തത്. തന്നിരിക്കുന്ന വില വെച്ച് ഒരു വട്ടം സ്ക്വയറിനെ ചെയ്തു, തന്നിരിക്കുന്ന വില വെച്ച് ഒരു വട്ടം സ്ക്വയറിനെ ചെയ്തു. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ചിഹ്നമല്ലേ എടുത്തേ. ഇനി കിട്ടിയ വില വെച്ച് നമ്മൾ ഒന്നുകൂടെ സ്ക്വയറിനെ ചെയ്യുക. 7ന്റെ സ്ക്വയർ 49. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ വരിയിൽ കണ്ണു അടച്ച് മൈനസ്. പക്ക ക്ലിയർ ആണ്. അപ്പൊ രണ്ടാമത്തെ വരിയിൽ ഇവിടെ മൈനസ്, മുകളിൽ ആരെയും നോക്കിയല്ല, രണ്ടാമത്തെ വരിയിൽ എപ്പോഴും മൈനസ് ചിഹ്നം. സ്ക്വയറിന്റെ സംഖ്യ 2, 47. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ റേസ് ടു 4നെ ചോദിച്ചു കഴിഞ്ഞാൽ 2 വട്ടം സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. റേസ് ടു 4നെ ചോദിച്ചു കഴിഞ്ഞാൽ 2 വട്ടം സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. പക്ക ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? റേസ് ടു 4 2 വട്ടം സ്ക്വയർ, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. ഓക്കെ ആണേ? അപ്പൊ നോക്കി, ഞാൻ ഒന്നുകൂടെ പറയാം. 3ന്റെ സ്ക്വയർ 9, പ്ലസ് ആയതുകൊണ്ട് മൈനസ്, സ്ക്വയറിന്റെ സംഖ്യ 2, 9 2 കുറച്ച് കഴിഞ്ഞാൽ 7. 7ന്റെ സ്ക്വയർ 49, രണ്ടാമത്തെ വരിയിൽ കണ്ണു അടച്ച് മൈനസ് ചിഹ്നം. അപ്പോ 49 മൈനസ് സ്ക്വയറിന്റെ സംഖ്യ 2, 47. റേസ് ടു 4നെ ചോദിച്ചാൽ 2 വട്ടം നമ്മൾ സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. പക്കാ ക്ലിയറാ, മുന്നോട്ട് പോകാലോ? ഓക്കെ ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു.
എക്സ് മൈനസ് 1/x സമം 3 ആയാൽ എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4 സമം എത്ര? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? 3ന്റെ സ്ക്വയർ 9, മൈനസ് ആയതുകൊണ്ട് പ്ലസ്, സ്ക്വയറിൻ്റെ സംഖ്യ 2, 9ഉം 2ഉം 11. ഓക്കെ അല്ലേ? 3ന്റെ സ്ക്വയർ 9, ഓപ്പോസിറ്റ് ചെയ്യുന്ന മൈനസ് ആയതുകൊണ്ട് പ്ലസ്, 9ഉം 2ഉം 11 രണ്ട് വട്ടമല്ലേ നമുക്ക് സ്ക്വയറിനെ ചെയ്യേണ്ടത്, നമ്മൾ ഒരു വട്ടമല്ലേ ചെയ്തോളൂ. നമ്മൾ ഒന്നുകൂടെ ചെയ്യുന്നു. 11ന്റെ സ്ക്വയർ 121. രണ്ടാമത്തെ വരിയിൽ കണ്ണുടച്ച് മൈനസ് ചിഹ്നം, സ്ക്വയറിൻ്റെ സംഖ്യ 2, നമ്മളുടെ ആൻസർ 119. മക്കളെ ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? 2 വട്ടം സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. 3ന്റെ സ്ക്വയർ 9നെ അങ്ങോട്ട് എഴുതി വെച്ചു, ഓപ്പോസിറ്റ് ചിഹ്നം ഇട്ട് കൊടുത്തു, സ്ക്വയറിൻ്റെ സംഖ്യ. അപ്പോൾ 3ന്റെ സ്ക്വയർ 9, മൈനസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ട് കൊടുത്തു, സ്ക്വയറിൻ്റെ സംഖ്യ 2, 9ഉം 2ഉം 11. 11ന്റെ സ്ക്വയർ 121, രണ്ടാമത്തെ വരിയിൽ കണ്ണുടച്ച് മൈനസ് ചിഹ്നം, സ്ക്വയറിൻ്റെ സംഖ്യ 2. അപ്പോൾ 121 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 119. പക്കാ ക്ലിയറാ? മുന്നോട്ട് പോകാമല്ലോ? ഓക്കെ ആണേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1/x സമം 4 ആയാൽ എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4ന്റെ വില എത്ര? നമ്മൾ ചെയ്ത അതേപോലെ നമുക്ക് ചെയ്യാം, ഒരു മാറ്റവും ഇല്ല. 4ന്റെ സ്ക്വയർ 16, പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആയിരുന്നെങ്കിൽ പ്ലസ് ഇട്ടാണ്. ഓക്കെ ആണല്ലോ? സ്ക്വയറിൻ്റെ സംഖ്യ 2, 16ൽ നിന്ന് 2നെ കുറച്ചാൽ 14. 14ന്റെ സ്ക്വയർ 196, രണ്ടാമത്തെ വരിയിൽ കണ്ണുടച്ച് മൈനസ് ചിഹ്നം, സ്ക്വയറിൻ്റെ സംഖ്യ 2, 194. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണേ? അപ്പോൾ 2 വട്ടം സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. റൈസ് ടു 4നെ ചോദിച്ചാൽ 2 വട്ടം സ്ക്വയറിനെ ചെയ്യും, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. പക്കാ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ സ്ക്വയറിൻ്റെ കേസ് നമ്മൾ ആദ്യമേ പഠിച്ചു, റൈസ് ടു 4ഉം പഠിച്ചു. ഈ സ്ക്വയറിൻ്റെയും റൈസ് ടു 4ൻ്റെയും കേസിൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ പാർട്ടിൽ പ്ലസ് ചിഹ്നമായിരിക്കണം. സ്ക്വയറിന് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഓക്കെ അല്ലേ? സ്ക്വയറിൻ്റെയും റൈസ് ടു 4ൻ്റെയും കേസിൽ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ വരിയിൽ പ്ലസ് ചിഹ്നമായിരിക്കണം. ഓക്കെ ആണേ? സ്ക്വയറിൻ്റെ കേസിൽ നമ്മൾ നോക്കി, രണ്ടാമത്തെ വരിയിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതിനകത്ത് എല്ലാത്തിലും പ്ലസ് ചിഹ്നമാണ്. അപ്പുറത്ത് ചിഹ്നം മാറിയാലും ഇവിടെ ചിഹ്നം മാറിയാലും ഇതിനകത്തെല്ലാം പ്ലസ് ചിഹ്നമാണ്. റൈസ് ടു 4ൻ്റെ കേസിലും ഇത്രയും സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? ആ രണ്ടാമത്തെ വരിയിൽ പ്ലസ് ചിഹ്നമായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ സ്ക്വയറും പഠിച്ചു, റൈസ് ടു 4ഉം പഠിച്ചു. ആര് പെൻഡിങ്ങാണ്? ക്യൂബിനെ പെൻഡിങ്ങാണ്. സ്ക്വയറിനെ നമ്മൾ ചെയ്ത തരുന്നവൻ്റെ സ്ക്വയർ, ഓപ്പോസിറ്റ് ചിഹ്നം, സ്ക്വയറിൻ്റെ സംഖ്യയായ 2നെ ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? റൈസ് ടു 4 വന്നപ്പോൾ 2 വട്ടം സ്ക്വയറിനെ ചെയ്തു, രണ്ടാമത്തെ വട്ടം മൈനസ് ചിഹ്നം. ഓക്കെ ആണേ? അപ്പോൾ നമ്മൾ ഇനി ക്യൂബിലേക്ക് പോവാം. ഇതുവരെ പക്കാ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ? യെസ്. ക്യൂബിൻ്റെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1/x സമം 10 ആയാൽ, എക്സ് പ്ലസ് 1/x സമം 10 ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x³ സമം എത്ര? ഓക്കെ അല്ലേ? എക്സ് പ്ലസ് 1/x സമം 10 ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x³ സമം എത്ര? മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്വയറിനെ ചോദിച്ചപ്പോൾ സ്ക്വയറിനെ നമ്മൾ താഴോട്ട് എഴുതിയില്ലേ? സ്ക്വയറിനെ ചോദിച്ചപ്പോൾ നമ്മൾ സ്ക്വയറിനെ താഴോട്ട് എഴുതി വെച്ചേ. ക്യൂബിനെ ചോദിക്കുമ്പോൾ ക്യൂബിനെ താഴോട്ട് എഴുതുന്നു. ഓക്കെ അല്ലേ? 10ന്റെ ക്യൂബ്, 10ന്റെ ക്യൂബ്. സ്ക്വയറിനെ ചോദിച്ചപ്പോൾ സ്ക്വയറിനെ എഴുതിയെങ്കിൽ ക്യൂബിനെ ചോദിക്കുമ്പോൾ ക്യൂബിനെ എഴുതി. ക്ലിയർ ആണല്ലോ? സ്ക്വയറിനെ ചോദിക്കുമ്പോൾ സ്ക്വയറിനെ എഴുതിയാൽ ക്യൂബിനെ ചോദിക്കുമ്പോൾ ക്യൂബിനെ നമ്മൾ എഴുതും. ഇനി നോക്കി, പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ചിഹ്നം മൈനസ് ഇട്ട് കൊടുത്തു. മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ പ്ലസിനെ ഇട്ട് കൊടുത്താണ്. ക്ലിയർ ആണല്ലോ? ഓപ്പോസിറ്റ് ചിഹ്നം ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നിരിക്കുന്നവൻ്റെ ക്യൂബിനെ താഴോട്ട് എഴുതി വെച്ചു, ഓപ്പോസിറ്റ് ചിഹ്നം നമ്മൾ ഇട്ട് കൊടുത്തു. തന്നിരിക്കുന്നവൻ്റെ ക്യൂബിനെ താഴോട്ട് എഴുതി വെച്ചു, ഓപ്പോസിറ്റ് ചിഹ്നം നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ ആണേ? സ്ക്വയറിൻ്റെ സംഖ്യ 2 ആണെങ്കിൽ ക്യൂബിൻ്റെ സംഖ്യ 3 ആണ്. ഓക്കെ അല്ലേ? സ്ക്വയറിൻ്റെ സംഖ്യ 2 ആണെങ്കിൽ ക്യൂബിൻ്റെ സംഖ്യ എത്രയാ? 3 ആണ്. നമ്മൾ അവനെ എഴുതി വെച്ചു. ക്ലിയർ ആണേ? ഓക്കെ ആണല്ലോ? തന്നിരിക്കുന്നവൻ്റെ ക്യൂബിനെ താഴോട്ട് എഴുതി വെച്ചു, ഓപ്പോസിറ്റ് ചിഹ്നം, ക്യൂബിൻ്റെ സംഖ്യ. ഇവിടം വരെ നമുക്ക് തെറ്റത്തില്ല, കാര്യം ഇതാ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നത്. സ്ക്വയറിൻ്റെ കേസിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതാ. പക്ഷേ ക്യൂബിൻ്റെ കാര്യത്തിൽ ഒരൊറ്റ കാര്യം കൂടുതൽ ചെയ്യണം. ക്യൂബിൻ്റെ കേസിൽ ഒരൊറ്റ കാര്യം കൂടുതൽ ചെയ്യണം. ഈ തന്നിരിക്കുന്ന വിലയുണ്ടല്ലോ, അവനെ ഒന്ന് അവസാനം ഗുണിക്കുകയും കൂടെ വേണം.
ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? നമ്മൾ ചെയ്തത് സ്ക്വയറിനെ ചോദിക്കുമ്പോൾ സ്ക്വയറിനെ എഴുതിയെങ്കിൽ ക്യൂബിനെ ചോദിക്കുമ്പോൾ ക്യൂബിനെ എഴുതും. അപ്പോൾ 10ന്റെ ക്യൂബ്. ക്ലിയർ ആണേ? ഇനി ഫസ്റ്റ് പാർട്ടിൽ ഏത് ചിഹ്നമാണോ അവൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം നമ്മൾ ഇട്ട് കൊടുക്കും. പ്ലസ് ആണെങ്കിൽ നമ്മൾ മൈനസിനെ ഇട്ട് കൊടുക്കും, മൈനസ് ആണെങ്കിൽ നമ്മൾ പ്ലസിനെ ഇട്ട് കൊടുക്കും. മക്കളെ ഇവിടെ പ്ലസ്സാ, അതുകൊണ്ട് നമ്മൾ ആരെ ഇട്ട് കൊടുത്തു? മൈനസിനെ ഇട്ട് കൊടുത്തു. ഇനി സ്ക്വയറിന്റെ കേസിൽ സ്ക്വയറിന്റെ സംഖ്യ നമ്മൾ എടുത്തിട്ട് എഴുതുന്നത്. ക്യൂബിന്റെ കേസിലോ ക്യൂബിന്റെ സംഖ്യ എഴുതുന്നു. അപ്പൊ ക്യൂബിന്റെ സംഖ്യ 3 അവനെ ഇട്ട് കൊടുക്കുന്നു. ഒരൊറ്റ കാര്യം നേരത്തെ ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ ചെയ്യുന്നു. ക്യൂബിന്റെ കേസിൽ ഒരൊറ്റ കാര്യം കൂടുതൽ ചെയ്യുന്നു. തന്നിരിക്കുന്ന വില എത്രയാണോ അവനെ എടുത്തിട്ട് അവസാനം ഒന്ന് ഗുണിക്കുകയും കൂടെ ചെയ്യുന്നു. തന്നിരിക്കുന്ന വില 10 അവനെ എടുത്തിട്ട് ഒന്ന് ഗുണിക്കുകയും കൂടെ ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. 10ന്റെ ക്യൂബ് 1000 മൈനസ് 3 × 10 30 സമം 970. നമ്മുടെ ആൻസറായി. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ തന്നിരിക്കുന്നവൻ്റെ ക്യൂബിനെ താഴോട്ട് എഴുതി ഓപ്പോസിറ്റ് ചിഹ്നം ക്യൂബിൻ്റെ സംഖ്യ ഇൻറ്റു തന്നിരിക്കുന്ന വാല്യൂ. തന്നിരിക്കുന്നവൻ്റെ ക്യൂബിനെ താഴോട്ട് എഴുതി ഓപ്പോസിറ്റ് ചിഹ്നം ക്യൂബിൻ്റെ സംഖ്യ ഇൻറ്റു തന്നിരിക്കുന്ന വാല്യൂ. ക്ലിയർ ആണല്ലോ? പക്കാ ക്ലിയർ ആണ്. അപ്പോൾ നോക്കി ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തു പോയി. ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. a+b ദ ഹോൾ ക്യൂബ് സമം a³ പ്ലസ് b³ പ്ലസ് 3ab ഇൻറ്റു a+b. നമ്മൾ പഠിച്ചിരിക്കുന്നത് 3a² b + 3ab² എന്നൊക്കെ ആയിരിക്കും. ഞാൻ അതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തേ ഉള്ളൂ. 3ab ഇൻറ്റു a+b. നമ്മളെ നോക്കേ, a+b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. 10ന്റെ ക്യൂബ് സമം x³ a സമം x എന്നെടുത്തു, b സമം 1/x എന്നെടുത്തു. x³ പ്ലസ് 1/x³ പ്ലസ് 3 ഇൻറ്റു x ഇൻറ്റു 1/x ഇൻറ്റു x പ്ലസ് 1/x. ക്ലിയർ അല്ലേ? ഇവിടെ എക്സിനെ ഞാൻ വെട്ടിക്കളഞ്ഞു. 10ന്റെ ക്യൂബ് 1000 സമം x³ പ്ലസ് 1/x³ പ്ലസ് 3 ഇൻറ്റു x പ്ലസ് 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അപ്പോൾ 1000 സമം x³ പ്ലസ് 1/x³ പ്ലസ് 3 ഇൻറ്റു 10 30. ആ പ്ലസ് 30നെ നേരെ സമത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവ -30 ആവും. 1000 - 30 സമം x³ പ്ലസ് 1/x³ സമം 970. ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ്. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? നമ്മൾ ഇത്രയൊന്നും ചെയ്യുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്നവൻ്റെ ക്യൂബ് 10ന്റെ ക്യൂബ് 1000. ഓപ്പോസിറ്റ് ചിഹ്നം പ്ലസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കും, മൈനസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കും. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു. ക്യൂബിൻ്റെ സംഖ്യ 3 ഇൻറ്റു ക്യൂബിൻ്റെ കേസിൽ ഒരൊറ്റ കാര്യം അഡീഷണൽ തന്നിരിക്കുന്ന വിലയെ അവസാനം കുടിക്കുന്നു. 1000 മൈനസ് 3 ഇൻറ്റു 10 30 സമം 970. ക്ലിയർ ആണേ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 1/x സമം 10 ആയാൽ x³ മൈനസ് 1/x³ സമം എത്ര? മക്കളെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്തെല്ലാം പ്ലസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ക്യൂബിൻ്റെ കേസിൽ അപ്പുറത്തെ ചിഹ്നം ഇപ്പുറത്ത് വരണം, എങ്കിലേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പുറത്തെ ചിഹ്നം ഇപ്പുറത്ത് വരണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്ക്വയറിന് റേസ് ടു 4നും ആ രണ്ടാമത്തെ പാർട്ടിൽ പ്ലസ് ആവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ക്യൂബിൻ്റെ കേസിൽ അപ്പുറത്തെ ചിഹ്നം തന്നെ ഇപ്പുറത്ത് വരണം. നമുക്ക് ചെയ്തു നോക്കാം. 10ന്റെ ക്യൂബ് 1000 മൈനസ് ആയതുകൊണ്ട് പ്ലസ്. ക്യൂബിൻ്റെ സംഖ്യ 3 ഇൻറ്റു തന്നിരിക്കുന്ന വില 10. 1000 പ്ലസ് 3 ഇൻറ്റു 10 30 സമം 1030. ക്ലിയർ അല്ലേ? പക്കാ ക്ലിയറാ? മുന്നോട്ട് പോകാമല്ലോ നമുക്ക്. യെസ്. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5ന്റെ ക്യൂബ് എക്സ് പ്ലസ് 1/x സമം 5 ആയാൽ x³ പ്ലസ് 1/x³ സമം എത്ര? ഓക്കെ അല്ലേ? 5ന്റെ ക്യൂബിന് എഴുതുന്നു. 5ന്റെ ക്യൂബ് 125. പ്ലസ് ആയതുകൊണ്ട് മൈനസ്. ക്യൂബിൻ്റെ സംഖ്യ 3 ഇൻറ്റു തന്നിരിക്കുന്ന വില 5. 125 മൈനസ് 3 ഇൻറ്റു 5 15 സമം 110. പക്കാ ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. അതേ ക്വസ്റ്റ്യൻ മൈനസിൽ എക്സ് മൈനസ് 1/x സമം 5 ആയ x³
മൈനസ് 1/x³ സമം എത്ര? ഓക്കെ അല്ലേ? അതേ ക്വസ്റ്റ്യൻ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്നു. 5ൻ്റെ ക്യൂബ് 125, മൈനസ് ആയതുകൊണ്ട് പ്ലസ്, ക്യൂബിൻ്റെ സംഖ്യ 3 ഇൻറ്റു തന്നിരിക്കുന്ന വില 5. ഓക്കെ ആണേ? 125 പ്ലസ് 3 ഇൻറ്റു 5 15 സമം 140. മക്കളെ ക്ലിയർ ആണ്? പക്ക ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ സ്ക്വയറിൻ്റെ കേസ് വരുമ്പോൾ രണ്ടാമത്തെ സ്ക്വയറിനും റേസ് ടു 4നും രണ്ടാമത്തെ പാർട്ടിൽ പ്ലസ് ചിഹ്നമായിരിക്കണം വരേണ്ടത്. ഇവിടെ എല്ലാം പ്ലസ് ചിഹ്നം വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ക്യൂബിൻ്റെ കേസിലാണെങ്കിൽ അപ്പുറത്തെ ചിഹ്നം തന്നെ ഇപ്പുറത്ത് വരണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? പക്ക ക്ലിയർ അല്ലേ എന്ന് നമ്മൾ പഠിച്ചത്? ഓക്കെ ആണ് എങ്കിൽ നമുക്ക് യെസ് ഇന്നത്തേക്ക് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.